ഹായ്, നമ്മളിന്ന് ഒരു നാടൻ രീതിയിലുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 150 ഗ്രാം തൂക്കമുള്ള ഒരു ബീറ്റ്റൂട്ടാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകി ഈ ഗ്രേറ്ററിലൂടെയാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചതക്കുകയോ അരിഞ്ഞെടുക്കുകയോ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്കിട്ട് ഇത്തിരി ഉപ്പ് വിട്ട് വളരെ കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. ബീറ്റ്റൂട്ട് ഒരു വെള്ളമുള്ള പച്ചക്കറിയാണല്ലോ. ഇനി നമുക്ക് അരപ്പിനായിട്ട് ഒരു ചെറിയ കപ്പ് നിറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് 2-3 മുറിച്ചിട്ട് അതും ഇട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേണം അരയ്ക്കാൻ. ഉപ്പിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. ഉപ്പിട്ട് അരയ്ക്കുമ്പോഴാണ് അരപ്പ് നന്നായിട്ട് അരഞ്ഞ് മഷി പോലെ വരുന്നത്. ദേ കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത്തിരിയും കൂടി വെള്ളം നമുക്കതിൽ വറ്റാനുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ എങ്കിലും അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി വറ്റിച്ച് ആ വെള്ളമില്ലാതെ ആയപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആ അരപ്പിട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരുന്ന അരപ്പ് എല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം, കൂട്ടി വെക്കരുത്. എന്നുവെച്ചാൽ ചെറിയ തീയിൽ വേണം അരപ്പും ബീറ്റ്റൂട്ടും കൂടി വെന്ത് വരാനായിട്ട്. അപ്പോൾ നമുക്ക് വിഷു അല്ലേ വരുന്നത്, വിഷുവിനുള്ള ഒരു പച്ചടി ആയിക്കോട്ടെ. അപ്പോൾ ദേ അരപ്പും ബീറ്റ്റൂട്ടും എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇത്തിരി നല്ല പുളിയുള്ളതും കട്ടിയുള്ളതും തണുപ്പ് കുറഞ്ഞതുമായ തൈര് വേണം എടുക്കാൻ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ചൂട്, ആ ബീറ്റ്റൂട്ടിൻ്റെ ചൂടിൽ തന്നെ ആ തൈരും ഇതുമെല്ലാം കൂടി ചേർന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അധികം പണിയൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് താളിച്ചാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്കെന്നാൽ ഇനി അടുത്ത താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ 2-3 ഉണക്കമുളക് അരിഞ്ഞിട്ട് അതും ഒന്ന് മൊരിയുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുക്കണം. അത് മൂത്ത് കഴിയുമ്പോൾ ഇതെടുത്ത് ഈ പച്ചടിയിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള ഒരു ബീറ്റ്റൂട്ട് പച്ചടി റെഡി. വളരെ എളുപ്പത്തിൽ ചെയ്യാം.